സൽമാൻ കൂട്ടിക്കൽ നമ്മളീ കാണുന്ന വഴിയേ കൂട്ടിക്കൽ കാവാലി വഴി ചോലത്തറം പള്ളിയാണ് അപ്പുറ സൈഡിൽ. നമ്മുടെ ഇടയ്ക്ക് പെരുന്നാളിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. ഇതിവിടെ വരുമ്പോഴാ ചോലത്തറത്തുനിന്ന് നമ്മുടെ ഈരാറ്റുപേട്ടയ്ക്ക് ബസ് പോകാൻ നിർത്തുന്ന സ്ഥലമായത് കേട്ടോ. അവിടുന്ന് വരുമ്പോൾ നല്ലൊരു കിടിലൻ സ്പോട്ടാണ് കാണിച്ചിരുന്നത്. വീട്ടിലെ ഊണ് കേട്ടോ. ചെറിയൊരു ഹോട്ടലാണേ, പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താ നമുക്ക് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കാണുന്നത് കണ്ടോ, അമ്മോട് വരട്ടെ. അമ്മോട് വന്നിട്ട് എടുക്കാതെ അല്ലേ. ഇപ്പോൾ ഒരു അമ്മയും കൂടെ ഉണ്ട് കേട്ടോ, കാളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആൾക്കാർ കേട്ടോ, അച്ഛനും അമ്മയും. പേര് പറയുമോ? പേര് അച്ഛൻ്റെ പേര് ഔസേപ്പച്ചൻ മടിക്കാങ്കൽ. ഇത് അമ്മച്ചി ഏലിക്കുട്ടി ജോസഫ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും കൈപ്പുണ്യം ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഊണിലോട്ട് പോകും. അത് കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇതുപോലെ വണ്ടികളൊക്കെ വന്ന് നല്ല കിട്ടുന്ന സ്പോട്ടാണ് കേട്ടോ. ഇവരുടെ രുചിക്കൂട്ട് അറിയാവുന്നവരെ ഇങ്ങനെ ഒന്ന് നിർത്തുന്നത് കണ്ടില്ലേ. ഊണ് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ കറി നോക്ക്, നല്ല നാടൻ സാധനങ്ങൾ കണ്ടോ. മീൻകറി ഉണ്ട്, ഇറച്ചിക്കറി ഉണ്ട്. വേറെ സ്പെഷ്യൽ ഉള്ളത് അല്ലേ? മതി, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നേരം ധാരാളം. അല്ല മീൻകറി ഓക്കെ, ഇറച്ചി എന്താ സാമ്പാർ. അതെ, കഴിച്ചു കഴിഞ്ഞിട്ട് പതുക്കെ പറയാം. നമ്മളെ കൂട്ടിക്കല് ഒക്ടോബർ 16 പ്രളയം വിഴുങ്ങിയ സമയത്ത് ഇവരൊരുപാട് കൈത്താങ്ങ് നമ്മുടെ നാടിന് തന്നിട്ടുണ്ട്. കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇവിടുന്ന് ഈ കടയിൽ നിന്ന് സാധനം വെച്ചുകൊണ്ട് നമ്മുടെ നാടിന് ആൾക്കാർക്ക് മുഴുവൻ 21 ദിവസം ഇവർ നല്ല രീതിയിൽ കേട്ടോ ആഹാരം കൊടുത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ വരുമ്പം ഒന്നും നോക്കേണ്ട സഹകരിക്കും എല്ലാവരും. വേറെ ഒന്നിനും വിട്ട വീഡിയോ അല്ല. കണ്ടപ്പോൾ ഞാൻ മിക്കപ്പോഴും വരുമ്പോൾ കഴിക്കുന്നൊരു സ്ഥലമാണ്. അന്നൊന്നും എനിക്ക് മൊബൈൽ ചാർജ് ചെയ്യാനേ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആയപ്പോൾ കണ്ടപ്പം ഒരു സന്തോഷം കൊണ്ട് എടുത്താൽ കേട്ടോ. ഇനി ബാക്കി കേട്ടെ, ഊണിൻ്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ. 50 രൂപ ചായ 10 രൂപ, പൊറോട്ട 10 രൂപ. എത്ര ആഹാരം കഴിച്ചെന്ന് പറഞ്ഞാലും ഇവിടെ 10 രൂപ. മീൻ കൂട്ടിയല്ലോ അല്ലേ? മീന് വേറെ വില, അത് അന്നത്തെ വില അനുസരിച്ചുള്ള രീതിയിലുള്ള വില ഉള്ളൂ. പക്ഷേ ആഹാരം കഴിക്കാൻ 50 രൂപയ്ക്ക് കിട്ടുന്ന ഒരു കടയാണ്. അപ്പോൾ വന്ന് കഴിച്ചിട്ടേ അഭിപ്രായം പറയണം കേട്ടോ. അറിയാം ആണല്ലേ നന്ദിച്ചെന്നൊക്കെ. പിന്നെ എനിക്കൊരു സന്തോഷമുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നിർത്തിയില്ല. നമ്മുടെ ഇതാ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു. ഇവിടെ നിർത്തിയിരുന്ന ബസ്സിൽ ആൾക്കാർ മൊത്തം ഇവിടെ നിന്ന് കഴിക്കുന്നത്. പിന്നെ ഓട്ടോ സ്റ്റാൻഡിലുള്ള ആൾക്കാരുണ്ട്. ഈ നാട്ടുകാർ മുഴുവൻ ചിലർ വീട്ടിൽ പോലും പോയി ഇവിടെ ഒന്ന് കഴിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അതാണ് കൈപ്പുണ്യം. അപ്പം നേരെ വരിക, സ്പോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, വന്ന് തകർത്തു.